1948 മാർച്ച് 18 പ്രഭാതം നിർണായകമായിരുന്നു. ജമ്മു കാശ്മീരിലെ ഛങ്കർ ഗ്രാമത്തെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ദുർഘടമായ ഉയർന്ന മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഛങ്കർ. ഈ മലനിരകളിൽ നിന്ന് താഴെയുള്ള റോഡുകളും വിതരണ ശൃംഖലകളും ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങളും എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ കഴിയുമായിരുന്നു. പാകിസ്ഥാൻ സൈന്യം മലനിരകളിൽ ശക്തമായ ബങ്കറുകൾ നിർമ്മിക്കുകയും വൻതോതിൽ ആയുധങ്ങൾ വിന്യസിക്കുകയും ചെയ്തു. ഇന്ത്യൻ സർക്കാർ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ പരാതി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന് അന്ന് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഇത് സാഹചര്യം സങ്കീർണമാക്കി. ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം വൺ പട്യാല ഇൻഫൻട്രിക്ക് കൈമാറി. സുബേദാർ ഗുർദിയാൽ സിംഗ് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങളും ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാടുകളും അദ്ദേഹം കൃത്യമായി വിശകലനം ചെയ്തു. ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ തൻ്റെ സൈനികരുമായി ചേർന്ന് പാകിസ്ഥാനിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഒരു തന്ത്രം അദ്ദേഹം മെനഞ്ഞു. ഇന്ത്യൻ സൈന്യം ശത്രുവിൻ്റെ പ്രധാന താവളമായ റിംഗ് കാന്തൂരിൽ എത്തിയപ്പോൾ പാകിസ്ഥാൻ സൈന്യം ശക്തമായ വെടിവെപ്പ് ആരംഭിച്ചു. സുബേദാർ ഗുർദിയാൽ സിംഗ് തൻ്റെ സൈന്യത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും വെടിവെപ്പ് തുടർന്നുകൊണ്ട് ശത്രുവിൻ്റെ ബങ്കറിലെത്തുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം ബങ്കറിനടുത്തേക്ക് വരുന്നത് കണ്ടതോടെ പാകിസ്ഥാൻ സൈനികരുടെ ആത്മവിശ്വാസം തകർന്നു. അവർ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അവിടെ തന്നെ ഉപേക്ഷിച്ച് സംഭവസ്ഥലത്ത് നിന്ന് ഓടിപ്പോയി. ഒരു സൈനികനെ പോലും നഷ്ടപ്പെടുത്താതെ പ്രദേശം തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഗുർദിയാൽ സിംഗിന്റെ ഈ ധീരതയ്ക്ക് മരണാനന്തര ബഹുമതിയായി മഹാവീർ ചക്ര നൽകി ആദരിച്ചു. അതിനു മുൻപ് 1948 മാർച്ച് 2 സുബേദാർ ഗുർദിയാൽ സിംഗ് ഒരു പ്രധാന മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് ചൗക്കി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയും തൻ്റെ സൈന്യത്തെ അതിനായി പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഈ ആക്രമണം കണ്ടതോടെ പാകിസ്ഥാൻ സൈന്യം ഓടിപ്പോവുകയും ചൗക്കി വീണ്ടും ഇന്ത്യയുടെ അധീനതയിലാവുകയും ചെയ്തു. ഈ വിജയം അതിർത്തികളെ സംരക്ഷിക്കുക മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിൻ്റെ മനോവീര്യം ഉയർത്തുകയും ചെയ്തു.